ഇന്ന് ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ചയാണ് രൂപയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത്. അതെ, ഡോളറുമായുള്ള വിനിമയ നിരക്കിൽ ഇന്ന് 87 രൂപ 46 പൈസ ആയിരിക്കുകയാണ്. അഥവാ $1 ലഭിക്കണമെങ്കിൽ 87 രൂപ 46 പൈസ നാം നൽകിയാൽ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ എന്ന അവസ്ഥയിൽ വന്നിരിക്കുന്നു. നമുക്കറിയാം, 2014 ആ വർഷമാണ് നരേന്ദ്രമോദി സർക്കാർ രാജ്യത്ത് അധികാരമേൽക്കുന്നത്. ആ സമയത്തോ $1 ലഭിക്കണമെങ്കിൽ നമുക്ക് 58 രൂപ മാത്രം നൽകിയാൽ മതിയായിരുന്നു. എന്നാൽ 2025 ഫെബ്രുവരി 10 ആയപ്പോഴേക്കും 87 രൂപ 46 പൈസ ആയി അത് ഉയർന്നിരിക്കുന്നു. എന്നാൽ ഈ ഉയർച്ച താൽക്കാലികം മാത്രമാണോ? നമ്മുടെ രൂപ തിരിച്ചു വരുമോ എന്നെല്ലാം പലരും ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ വിദഗ്ധരായ ആളുകളുടെ അഭിപ്രായത്തിൽ ഇത് വീണ്ടും കൂടാനാണ് സാധ്യത എന്നുള്ളതാണ്. അതിൻ്റെ കൃത്യമായ ചാർട്ട് അടക്കം കൃത്യമായ ഡാറ്റ നാം അവതരിപ്പിക്കുന്നുണ്ട്. ആ തരത്തിലേക്ക് നാം നീങ്ങിയാൽ രാജ്യത്ത് എത്രമാത്രം സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും നാം ചർച്ച ചെയ്യേണ്ടതുണ്ട്. അല്ലാതെ എന്താണ് $1 രൂപയ്ക്ക് ഇത്രമാത്രം തകർച്ച സംഭവിച്ചാൽ നമ്മുടെ രാജ്യത്ത് നമുക്ക് എന്ത് സംഭവിക്കാനാണ് എന്നുള്ള ധാരണയെല്ലാം ആളുകൾക്കുണ്ടാകാം. അങ്ങനെയല്ല. നമ്മുടെ രാജ്യത്ത് ഓൾറെഡി സാമ്പത്തിക മാന്ദ്യം നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, ലോകമാകമാനം സാമ്പത്തിക മാന്ദ്യം നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യത്തും ഉണ്ടാകും. പക്ഷേ ഇത്തരത്തിൽ നീങ്ങിയാൽ നാം അപകടകരമായ സാമ്പത്തിക പ്രത്യാഘാതങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെല്ലാം കൂടുതൽ വിശദീകരിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. നാം ഈ ചാർട്ടിൽ നോക്കുക. ഇപ്പോൾ നമ്മുടെ 87 രൂപ 46 പൈസയാണെങ്കിൽ ഈ മാസം ഫെബ്രുവരി മാസം തന്നെ ആവറേജ് 87 രൂപ 90 പൈസയോ 88 രൂപ 14 പൈസ വരെയോ നമുക്ക് $1 വിനിമയ നിരക്ക് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ നമുക്ക് ആവറേജ് എടുക്കാം. ആവറേജ് 2025 പരിഗണിക്കുകയാണെങ്കിൽ മാർച്ചിൽ അത് 89 രൂപ 19 പൈസയും ഏപ്രിൽ 90 രൂപ 60 പൈസയും മെയ് ആവുമ്പോൾ 91 രൂപ 99 പൈസയും അങ്ങനെ പോയിട്ട് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് എല്ലാം നിങ്ങൾക്ക് ഈ ചാർട്ട് പരിശോധിച്ചാൽ കൃത്യമായി മനസ്സിലാകും. ഡിസംബർ 2025 ആവുമ്പോൾ ആവറേജ് 96 രൂപ 82 പൈസ $1 വിനിമയ നിരക്ക് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് എല്ലാവരുടെയും വിദഗ്ധരായ ആളുകളുടെ അഭിപ്രായം. അതുമൂലം രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ചാർട്ടാണ് ഇത്. ഇനി 2026 എടുത്താൽ തുടക്കത്തിൽ ജനുവരി 2026 98 രൂപ 27 പൈസയാണ് ആവറേജ് വിനിമയ നിരക്ക് വരുന്നതെങ്കിൽ നമുക്ക് ജൂലൈ ആകുമ്പോൾ 100 രൂപ കടന്ന് 101 രൂപ 44 പൈസ വരെ ആകും. അത് ഡിസംബർ ആകുമ്പോൾ 106 രൂപ 6 പൈസ വരെ എത്താൻ സാധ്യതയുണ്ട്. ഇനി 2027 ആവുമ്പോൾ ആവറേജ് ജനുവരിയിൽ 107 രൂപ 30 പൈസയാണെങ്കിൽ ഡിസംബർ 2027 വരുമ്പോൾ 108 രൂപ 22 പൈസ വരെ ആകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അനുമാനം. നമ്മുടെ ഒരു വർഷത്തെ വാർഷിക ഇറക്കുമതിയുടെ മൂല്യം എന്ന് പറയുന്നത് $600 ബില്യൺ ആണ്. അഥവാ ഇന്ത്യൻ രൂപയിലേക്ക് ഒരു 85 രൂപ വിനിമയ നിരക്ക് വെച്ച് നാം അത് കൺവേർട്ട് ചെയ്തിരുന്നെങ്കിൽ 51 ലക്ഷം കോടി രൂപയാകും നമ്മുടെ ഇറക്കുമതിയുടെ ആകെ മൂല്യം. എന്നാൽ ഇപ്പോൾ 87.95 എന്ന തുകയിൽ നമുക്ക് വരികയാണെങ്കിൽ, അന്ന് ഒരു എക്സാമ്പിൾ എടുത്താൽ പോലും നമുക്ക് 52,77,000 കോടി രൂപയാകും നമ്മുടെ ചെലവഴിക്കേണ്ട അധികം തുക. അഥവാ 1,77,000 കോടി രൂപ നാം അധികം ചെലവഴിക്കേണ്ടി വരും. 1,77,000 കോടി രൂപ. എന്നാൽ ഈ വർധനവ് 98 രൂപ 27 പൈസ എന്ന അവസ്ഥയിലേക്ക് 2026 വരുമ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മുടെ ഇറക്കുമതിയുടെ മൂല്യം 58,96,200 കോടി രൂപയായി വരും. ഈ സമയം നാം അധികം ചിലവഴിക്കേണ്ട തുക, അഥവാ 85 രൂപ ഇറക്കുമതി
ഡോളറിന് വിനിമയ മൂല്യം ഉണ്ടായിരുന്നെങ്കിൽ അതിൽ നിന്നും നാം 98 രൂപ 27 എന്ന അവസ്ഥയിൽ വരുമ്പോൾ അധികം ചെലവഴിക്കേണ്ട തുക എന്നുള്ളത് 7,96,200 കോടി രൂപ എന്ന അവസ്ഥയിലേക്ക് എത്തും. ഇത് 2027 ജനുവരി ആകുമ്പോൾ 107 രൂപ 30 എന്ന അവസ്ഥയിൽ ഡോളറുമായുള്ള രൂപയുടെ വിനിമയ നിരക്ക് വന്നാൽ നമ്മുടെ ഇറക്കുമതിയുടെ ആകെ മൂല്യം 64,38,000 കോടി രൂപ ആകുകയും ഈ സമയം നാം അധികം ചെലവഴിക്കേണ്ടി വരുന്ന തുക എന്നത് 13,38,000 കോടി രൂപയുടെ വർധനവായി മാറുകയും ചെയ്യും എന്നുള്ളത് വളരെ വലിയ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് നമ്മുടെ രാജ്യത്തെ തള്ളിവിടും. ഇതിനെ എങ്ങനെ നമുക്ക് മറികടക്കാൻ സാധിക്കും എന്നുള്ളത് നാം ചിന്തിക്കണം. ഇത്തരത്തിൽ നാം മുന്നോട്ട് പോയാൽ നമുക്ക് 2027 ആകുമ്പോൾ 13,38,00,000 കോടി രൂപയുടെ അധിക ബാധ്യത നമ്മുടെ ഇമ്പോർട്ടിൽ വരുമെന്ന് പറഞ്ഞല്ലോ. ഇതനുസരിച്ച് നമുക്ക് ഗുരുതരമായ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. ഏറ്റവും ആദ്യം നമ്മളെ പിടിപെടുന്നത് നമുക്ക് പണപ്പെരുപ്പമാണ് ഉണ്ടാകാൻ പോകുന്നത്. പണപ്പെരുപ്പം എന്നാൽ ഒരു സാമ്പത്തിക അവസ്ഥയാണ്. എന്തെന്നാൽ നാം വാങ്ങുന്ന വസ്തുക്കളുടെ വില പടിപടിയായി ഉയരുകയും എന്നാൽ നമ്മുടെ കയ്യിലുള്ള രൂപയുടെ മൂല്യം കുറയുകയും ചെയ്യുന്ന അവസ്ഥ, വാങ്ങൽ ശേഷി കുറയുകയും ചെയ്യുന്ന അവസ്ഥ. ആകെ പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിലെ മൊത്തം ചരക്കുകളുടെയും സേവനങ്ങളുടെയും വില ഉയരുകയും നമ്മുടെ വാങ്ങൽ ശേഷി കുറയുകയും ചെയ്യുന്ന അവസ്ഥയെയാണ് യഥാർത്ഥത്തിൽ പണപ്പെരുപ്പം എന്ന് പറയുന്നത്. കുറച്ചുകൊണ്ട് വിശദീകരിച്ച് പറഞ്ഞാൽ, ഇപ്പോൾ നാം 1 ലിറ്റർ ഡീസൽ വാങ്ങിക്കുന്നത് 95 രൂപയാണെങ്കിൽ അത് 2027 ആകുമ്പോൾ 120 രൂപയായാൽ 120 രൂപ നാം കൊടുക്കുകയും നമ്മുടെ കയ്യിലുള്ള തുക, പണം എന്ന് പറയുന്നത് ഇപ്പോഴുള്ള പണം തന്നെയാണ് നമ്മുടെ കയ്യിലുള്ളൂ. എന്നാൽ നാം ആ പണം വച്ച് തന്നെ 120 രൂപയ്ക്ക് 1 ലിറ്റർ ഡീസൽ വാങ്ങിക്കേണ്ട അവസ്ഥ വരുന്ന അവസ്ഥയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ 2019-18 നമുക്ക് 1 ലിറ്റർ ഡീസലിനുണ്ടായിരുന്ന വില എന്ന് പറയുന്നത് 65 രൂപയായിരുന്നു. എന്നാൽ നമുക്ക് ഇന്ന് 1 ലിറ്റർ ഡീസലിന്റെ വില 95 രൂപയാണ്. 95 രൂപയായപ്പോൾ നമ്മുടെ കയ്യിൽ 2019 അതേ തുക തന്നെയാണ് നമ്മുടെ കയ്യിലുള്ളൂ. പണത്തിന് നമ്മുടെ കയ്യിലുള്ള, നമുക്കിപ്പോൾ കിട്ടുന്ന ഒരു ഓട്ടോ ഓടിക്കുന്ന ആൾക്ക് കിട്ടുന്ന ഓട്ടോയുടെ വാടക കൂടിയിട്ടില്ല, ഒരു സാധാരണ കൂലിപ്പണിക്കാരന്റെ കൂലി കൂടിയിട്ടില്ല, ഒരു കടയിൽ നിൽക്കുന്ന ഒരു സെയിൽസ്മാന്റെ കൂലി വർദ്ധിച്ചിട്ടില്ല. അങ്ങനെ ഒരു സ്ഥലത്തും കൂലി വർധനവോ യാതൊരു വർധനവോ അവരുടെ കയ്യിലുള്ള പൈസക്ക് വന്നിട്ടില്ല. എന്നാൽ അവർ ഒരു കിലോ അരി 2019 വാങ്ങിക്കണമെങ്കിൽ നമുക്ക് 32 രൂപ കൊടുത്താൽ വാങ്ങിക്കുന്ന സാഹചര്യത്തിൽ 2026 അത് 55 രൂപ 1 കിലോ അരിക്ക് വന്ന അവസ്ഥ വന്നു. പക്ഷേ ആളുകളുടെ കൂലിയിൽ യാതൊരു വർധനവും വരികയുണ്ടായില്ല. ദാറ്റ് മീൻസ് അവരുടെ കയ്യിലെ പൈസ എത്രയാണോ 2019 എത്രയാണോ അവരുടെ കയ്യിലുള്ളത് അത്ര പൈസ മാത്രമാണ് അവരുടെ കയ്യിലുള്ളൂ. പക്ഷെ അവർക്ക് വാങ്ങിക്കേണ്ട വസ്തുക്കളുടെ വിലയെല്ലാം വർദ്ധിച്ചു. ഡീസൽ 65 രൂപക്ക് 65 രൂപക്ക് 70 രൂപക്ക് 1 ലിറ്റർ പെട്രോൾ അടിച്ചിരുന്ന ആള് 102 രൂപക്ക് പെട്രോൾ അടിക്കേണ്ട അവസ്ഥ അയാൾക്ക് വന്നു. അത്തരത്തിൽ എല്ലാ മേഖലയിലും അവർ ചെലവഴിക്കേണ്ട തുക വളരെ വലുതും എന്നാൽ അവരുടെ കയ്യിലുള്ള തുക വളരെ കുറച്ചും എന്ന അവസ്ഥയിൽ വരുന്നതിനെയാണ് പണപ്പെരുപ്പം എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ പണപ്പെരുപ്പം വർദ്ധിക്കുകയും നാം സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെടുകയും ചെയ്യും. ഏകദേശം 13,38,000 കോടി രൂപ 13,38,000 കോടി രൂപയുടെ അധിക ബാധ്യത രാജ്യത്തെ ജനങ്ങളെ പിടിപെടുമ്പോൾ നാം ആലോചിക്കണം, നമ്മുടെ ഈ വർഷം നാം അവതരിപ്പിച്ച ബഡ്ജറ്റ് എന്ന് പറയുന്നത് നമ്മുടെ 50 ലക്ഷം കോടി മാത്രമാണ്. ഈ 50 ലക്ഷം കോടിയുടെ ഇന്ത്യ ഗവൺമെന്റ് ബഡ്ജറ്റിൽ നാം കടമെടുക്കുന്നത് 15 ലക്ഷം കോടിയും. നാം കടമെടുക്കുന്നത് 15 ലക്ഷം കോടിയാണ്. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് 35 ലക്ഷം കോടി. അങ്ങനെ 35 ലക്ഷം കോടിയും 15 ലക്ഷം കോടി കടമെടുത്തതും കൂടിയാണ് നാം ബഡ്ജറ്റ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ ഏകദേശം 12,50,000 മുകളിലുള്ള കോടി രൂപ നാം പലിശ മാത്രം, ഇൻട്രസ്റ്റ് മാത്രം കൊടുക്കാൻ നാം ചെലവഴിക്കുന്നുണ്ട്. എന്നാൽ ഇത്തരത്തിൽ ഡോളറിന്റെ മൂല്യം ഉയരുകയും നമ്മുടെ രൂപയുടെ മൂല്യം ഇടിയുകയും ചെയ്താൽ നമുക്ക്
ഈ പറയുന്ന അവസ്ഥയിൽ നിന്നും വീണ്ടും നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും. കാരണം നമ്മുടെ പണപ്പെരുപ്പം, ഇൻഫ്ലേഷൻ കൂടുകയും നാം വീണ്ടും സാമ്പത്തിക പ്രതിസന്ധിയും, നമുക്ക് ഇപ്പോഴുള്ള നാം ചിന്തിക്കാത്ത രീതിയിലുള്ള ഒരു 13,38,000 കോടി രൂപയുടെ സാമ്പത്തിക പ്രതിസന്ധി കൂടി ഓരോ വർഷവും നമുക്ക് വന്നു ചേരും. അങ്ങനെ വന്നാൽ നമുക്ക് ഈ പ്രതിസന്ധികളെ ഒന്നും മറികടക്കാൻ പറ്റുന്ന സാഹചര്യത്തിലേക്കായിരിക്കില്ല നാം ചെന്ന് ചാടുന്നത്. അതുകൊണ്ട് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളും ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ ബോധമുള്ള രാഷ്ട്രീയ പ്രവർത്തകരും നമ്മുടെ രാജ്യത്തെ പൗരന്മാരും ഇതിനെക്കുറിച്ച് ബോധവാന്മാരാവുകയും ഉണർന്ന് പ്രവർത്തിക്കുകയും ചെയ്യുകയും രാജ്യത്തെ ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റിനെയും ഉദ്യോഗസ്ഥരെയും എല്ലാവിധ ആളുകളെയും ഇത് ബോധവൽക്കരിക്കുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. ഇതൊരു ചെറിയ പ്രശ്നമല്ല. നാം എല്ലാ ദിവസവും കാണുന്നു, രൂപയുടെ മൂല്യം ഇടിഞ്ഞു, ഡോളറിന്റെ മൂല്യം ഉയർന്നു, ഇത്തരത്തിൽ നാം വാർത്ത കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത് നാം വളരെ വലിയൊരു വിപത്തിലേക്കാണ് നമ്മുടെ വാഹനം, ഇന്ത്യ എന്ന വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്നത് എന്ന് നാം അറിയേണ്ടതുണ്ട്.